Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ദാ നമ്മളെ ഓരോരുത്തരെയും ഈ വലിയ ഒരു ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം ചേർത്തിരുത്തിയിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയ ഒരു സ്നേഹമാണ്. ഈ നോമ്പിൻ്റെ തപസ്സിൻ്റെ കാലഘട്ടത്തിൽ വ്യക്തിപരമായി ദൈവാനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശക്തി പ്രാപിക്കുന്ന ഒരു അനുഭവ ശുശ്രൂഷയാണ്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണമെന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ മനസ്സിലൊന്നോർത്തെ. നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെ ഈ ശുശ്രൂഷ കാണാൻ വേണ്ടിയല്ല, മറിച്ച് അഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. നാളുകളായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിയോഗങ്ങളും ദാ നമ്മൾ ഈ അൾത്താരയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന വിഷയത്തിൽ, ഈ മേഖലയിൽ, ഈ വ്യക്തികളിൽ അത്ഭുതകരമായി ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. നോക്കിക്കേ, കണ്ണു തുറന്നേ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നവരെല്ലാവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരത്ഭുതം, ഒരടയാളം എനിക്ക് സംഭവിക്കണം, ആഗ്രഹിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അറിയാവുന്നത് പോലെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ശക്തി, അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവ മക്കളിലേക്ക് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആരാധന, 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 ആരാധന. കൈയടിച്ച് പാടാം, കൈയടിച്ച് പാടിക്കേ സന്തോഷത്തോടെ. ആമേൻ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. അറിയാവുന്നവരൊന്ന് ചേർന്ന് പാടിക്കേ. ആമേൻ. പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ആഗ്രഹിച്ച് പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. യേശുവേ, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. ജനത്തിന്റെ വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി പുതുജീവൻ തരും ദൈവ സാന്നിധ്യം. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. വിളിച്ചേ, വിളിച്ചേ. സ്വരമുയർത്തി ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവശക്തിയിലേക്ക് നയിക്കട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയുടെ ശക്തിയും തൊടാതിരിക്കട്ടെ. രോഗശാന്തികളും അത്ഭുത ശക്തിയും ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി ഈ ശുശ്രൂഷ സമയത്ത് നയിക്കുകയാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തരും സന്തോഷത്തോടുകൂടെ കൈകളൊക്കെ ഒന്ന് കൂപ്പി ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് നോക്കിക്കേ, അവരൊന്ന് വിളിച്ചേ, എന്നിട്ട് അവർക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അല്പസമയം നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്.
കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ദൈവവചന ശുശ്രൂഷയുടെ വലിയൊരു പ്രത്യേകതയാണ് വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന യേശുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? യേശു മരുഭൂമിയിൽ ജീവിച്ച യേശുവാണ്, അല്ലേ? 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ജീവിച്ച ഈശോ. ഇവിടെ നമ്മൾ വളരെ ശക്തമായ ഒരു കാര്യം നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ യേശുവിൽ നിന്ന് പഠിക്കാൻ പോവാണ്. ബൈബിൾ തുറന്നോ? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം ഇങ്ങനെയാണ്: അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി മരുഭൂമിയിൽ. അപ്പോൾ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഈശോ ജീവിച്ചപ്പോൾ ഈശോ പിശാച് എന്ന് പറയുന്ന ഒരു ശത്രുവിനെ കണ്ട് ആ ശത്രുവിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ഈശോ ബലം പ്രാപിച്ച ദിനങ്ങളാണ് മരുഭൂമിയിലെ ജീവിത അനുഭവം. പ്രൈസ് ദ ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഈ മരുഭൂമിയിൽ വെച്ച് ശത്രുവിനെ നേരിട്ട്, ആ പിശാചിനെ കണ്ടെത്തി അതിനെ നേരിട്ട് കൃത്യമായി ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ അനുദിന ജീവിത ശുശ്രൂഷകളിലും ഈ പ്രതിയോഗിയെ, ശത്രുവിനെ നമ്മൾ കൃത്യമായി കണ്ടെത്തി യുദ്ധം ചെയ്യണം. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശത്രു ആരാണെന്ന് അറിഞ്ഞിരിക്കണം. വേണ്ടേ? ശത്രു ആരാണെന്നറിയാതെ യുദ്ധം ചെയ്യാൻ പോയാൽ എന്തു പറ്റും? നമ്മൾ കയ്യിൽ ചിലപ്പോൾ ആയുധമൊക്കെ ഉണ്ടാവും. നമ്മൾ സ്വയം വെടിവെച്ച് മരിക്കാം, ഇല്ലെങ്കിൽ മറ്റ് കൂടെയുള്ളവരെയാണ് നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കി അവരോട് വേറൊരു വഴക്കടിച്ചുകൊണ്ടിരിക്കും. ഒരു കൊച്ചു സംഭവം പറയട്ടെ. കുറച്ച് നാളുകളായിട്ടുള്ളൂ, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോട് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുവാണ്. 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യയെ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുവാണ്, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, എൻ്റെ കയ്യിലിരിപ്പുണ്ട്, കാരണം ഞാൻ വലിയ ദേഷ്യക്കാരനായിരുന്നു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവൾക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ചു, അവളെ ഞാൻ തല്ലി. അവൾ പറഞ്ഞു, ഇയാളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അവൾ അവിടെ താമസിക്കുവാണ്, അവൾ വരുന്നില്ല. അച്ഛൻ അവളെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് സംസാരിക്കാം. അപ്പം ഞാൻ ഈ സ്ത്രീനെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദരി, എന്താ ഉദ്ദേശിക്കുന്നേ? ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണ്ടേ? അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, അയാൾ ശരിയല്ല, അയാൾ ദേഷ്യം വന്നപ്പോൾ എന്നെ തല്ലി എന്ന് മാത്രമല്ല, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുവാണ്. അയാൾ പഠിക്കട്ടെ അച്ഛാ, ഞാൻ കൂടെ ഉള്ളപ്പോഴല്ലേ അയാൾക്ക് ഈ സുഖിച്ചൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇല്ലാത്തപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ അറിയണം, കുടുംബത്തിൻ്റെ അവസ്ഥയെ അയാൾ അറിയട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, എത്ര നാൾ ഇങ്ങനെ മാറി നിൽക്കും? മക്കളുടെ അവസ്ഥ എന്താ? അവർക്ക് അപ്പനെ കാണണ്ടേ? നിങ്ങളുടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് നീങ്ങണ്ടേ? നിങ്ങളുടെ നല്ലൊരു പ്രായമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നു? അതൊന്നും സാരമില്ല അച്ഛാ, അതൊന്നും സാരമില്ല, എത്ര നാളായാലും സാരമില്ല, അയാൾ പാഠം പഠിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിലരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? അതായത് ഇപ്പോൾ ഈ സ്ത്രീ യുദ്ധം ചെയ്യുന്നത് ഭർത്താവിനെതിരായിട്ടാണ്. സത്യത്തിൽ ആ യുദ്ധം ശരിയായ ഒരു യുദ്ധമാണോ? ഇതിനെ നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പസ്തോല പ്രവർത്തനം, ബൈബിൾ തുറന്നേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അതിൻ്റെ 16-ാം അധ്യായം 16 മുതലുള്ള വചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സ് 16 ഓൺവേർഡ്സ് നമ്മൾ പഠിക്കുന്നത് പൗലോസ്ലീഹ കൃത്യമായി ഒരു ദുരാത്മാവിനെ കണ്ടെത്തി ബന്ധിക്കുന്നതിനോട് ചേർന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി,
അപ്പോൾ ഇത് ദൈവികമല്ല, ഇത് വരുമാന മാർഗമാണ്. ഭാവി പ്രവചിച്ച് വരുമാനം ഉണ്ടാക്കുന്നു. അടുത്ത വചനം 17-ാം തിരുവചനം. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. 18-ാം തിരുവചനം. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവിക സന്ദേശമാണെങ്കിൽ നമ്മളെ അസഹ്യപ്പെടുത്തുവോ അസ്വസ്ഥപ്പെടുത്തുവോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു സന്ദേശം ശരിയാണോ തെറ്റാണോ എന്നറിയുന്നത് എങ്ങനെയാണ്? നമ്മളെ അസഹ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് ദൈവികമല്ല. ദൈവിക സന്ദേശങ്ങളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമാധാനവും സ്വസ്ഥതയും നൽകുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്നു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പൗലോസ് അസ്വസ്ഥനായി. ഇത് ദൈവികമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. ഈ വചനഭാഗം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്. പൗലോസ്ലീഹ തന്നെ അസഹ്യപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞ് ആ പെൺകുട്ടിയോട് പൗലോസ്ലീഹ എന്തു പറഞ്ഞു? ഇവളിലെ ദുഷ്ടാത്മാവിനെയാണ് ശാസിക്കുന്നത്, ആ പെൺകുട്ടിയല്ല. ആ പെൺകുട്ടിയോട് പുറത്തു പോ, ആ പെൺകുട്ടി നശിച്ചു പോകും, ആ പെൺകുട്ടി നീ ഇല്ലാണ്ടാവട്ടെ എന്നിങ്ങനെ ആ പെൺകുട്ടിയല്ല, മറിച്ച് അവളിലെ ദുഷ്ടാത്മാവിനെയാണ് പൗലോസ്ലീഹ ബന്ധിച്ചത്. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ, പ്രതിയോഗിയെ കണ്ടെത്തി വേണം യുദ്ധം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സ്വയം അസ്വസ്ഥമാകും, നമ്മുടെ കൂടെയുള്ളവരും അസ്വസ്ഥമാകും. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ ഭാര്യ ഇപ്പോൾ യുദ്ധം ചെയ്തത് ആർക്കെതിരായിട്ടാണ്? ഭർത്താവിനെതിരായിട്ടാണ്. എന്നാൽ ആ ഭാര്യ യുദ്ധം ചെയ്യേണ്ടത് ആർക്കെതിരായിട്ടാണ്? ഭർത്താവിൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപശീലത്തിൻ്റെ ദുഷ്ടാത്മാവിനെയാണ് ബന്ധിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ആ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി വീട്ടിൽ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പിശാച് മാറിയിരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ വഴക്കുണ്ടാക്കി നമ്മൾ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് മിണ്ടാതെ വഴക്കുണ്ടാക്കി നമ്മൾ ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുമ്പോൾ സത്യത്തിൽ ആരാണ് ചിരിക്കുന്നത്? പിശാച് മാറിയിരുന്ന് ചിരിക്കുവാണ്. ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനമാണ് ശത്രുവിനെ കണ്ടെത്തി യുദ്ധം ചെയ്യണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ശത്രുവിനെ കണ്ടെത്തി യുദ്ധം ചെയ്യണം. കാരണം യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. നമ്മുടെ പലരുടെയും യുദ്ധങ്ങൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വ്യക്തികളോട് യുദ്ധം ചെയ്യുകയാണ്. വ്യക്തികളോട് യുദ്ധം ചെയ്യരുത്. വ്യക്തികളോട് യുദ്ധം ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 6-ാം അധ്യായം 10, 11, 12 ഒന്ന് വായിച്ചാലോ? സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേർഡ്സ് 10, 11, 12. ആത്മീയ സമരം എന്നാ പറയുന്നത്. ആത്മീയ സമരം, യുദ്ധമാണ്, യുദ്ധം. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അതിനുശേഷം പറയുന്നത് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. പൗലോസ്ലീഹ നമ്മളോട് പറയാ,
സത്യത്തിൽ നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കെതിരെയല്ല യുദ്ധം ചെയ്യേണ്ടത് കേട്ടോ. വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ, പറയുന്ന എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വിരോധം, വെറുപ്പ്, അസ്വസ്ഥതയുണ്ടെങ്കിൽ ധ്യാനിക്കണം. നീ ആ വ്യക്തിയല്ല വെറുക്കേണ്ടത്, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവുണ്ട്. ദുരാത്മാവ്, ദുഷ്ടതയുടെ ആത്മാവ്, പൈശാചിക പീഡ. ഓരോ പാപത്തിനും അത് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല കാരണം പോലെ ഒരു പൈശാചിക പീഡ ഓരോ വ്യക്തിയിലേക്കും പ്രവേശിക്കും. വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രവേശിക്കുന്ന ദുഷ്ടാത്മാവിനെയാണ് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഈവിൾ സ്പിരിറ്റിനെയാണ് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ യുദ്ധം ആ ഈവിൾ സ്പിരിറ്റിനോടായിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം, സ്വർഗീയ ഇടമാകേണ്ട നമ്മുടെ വീട്, നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് സംഭവിക്കും? അവിടെ കടന്നു വന്ന് പീഡിപ്പിക്കുന്ന ആ പൈശാചിക ശക്തിയാണ് നമ്മൾ ബന്ധിക്കേണ്ടത്. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും ഇത് കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ പരസ്പരം പോരാടി നമ്മുടെ കഴിവ്, നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ നശിപ്പിച്ചു കളയും. ഈ നാളുകളിൽ ചിലരുടെ ആത്മഹത്യ, ചില ജീവിത അനുഭവങ്ങളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു ചോദ്യം, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ശത്രുവിനെ കണ്ടെത്താതെ യുദ്ധം ചെയ്താൽ ഇങ്ങനെയാകും. നിന്റെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് വിചാരിച്ചു, തോക്ക് കയ്യിലിരിപ്പുണ്ട്, പക്ഷേ ഇതെവിടെ പ്രയോഗിക്കണമെന്നറിയണ്ടേ? ഇത് ആർക്കെതിരെ വെടിവെക്കണമെന്നറിയണ്ടേ? ഇല്ലെങ്കിൽ എന്തു പറ്റും? നീ സ്വയം വെടിവെക്കും. നിന്റെ ജീവിതത്തിലല്ലേ അത് നാശമായിട്ട് മാറുന്നത്. ശത്രുവിനെ കണ്ടെത്തണം. ഈ ശത്രുവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വെറുതെ കണ്ണു തുറന്ന് നോക്കിയാൽ പോരാ, മറിച്ച് ആത്മീയ മേഖലയിൽ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ചാൽ ഈ ശത്രുവിനെ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം, അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ട്, ഒരു പൈശാചിക പീഡയുണ്ട്. നിങ്ങൾ ഏത് ബന്ധവും നിങ്ങൾ ചിന്തിച്ചോളൂ. ആ ബന്ധങ്ങളിലുണ്ടായ തകർച്ച, ദുഃഖം, ഭാരം, ഏത് തകർച്ചയുടെ പിന്നിലും ഒരു ആത്മീയ കാരണമുണ്ട്. കാരണം കണ്ടെത്തി ചികിത്സിക്കണം. പലപ്പോഴും നമ്മൾ ഈ കാരണം കണ്ടെത്താതെ ചികിത്സിക്കുമ്പോൾ അത് അബദ്ധമായിട്ട് മാറും, പരാജയമായിട്ട് മാറും. ആത്മീയ മേഖലയിലെ കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ഈശോ ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്താണെന്നറിയാവോ? അതായത് ഈ തിന്മയെ കണ്ടെത്തി അതിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കൃപ. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വർഷം 365 ദിവസം നമുക്കുണ്ട് അല്ലേ? അതിൽ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാരണം ഈ നാളുകൾ കിട്ടുന്ന ശക്തിയാണ്, ഇവിടെ നിന്ന് കിട്ടുന്ന അഭിഷേകമാണ് മുന്നോട്ട് നമ്മളെ ഈ നാളുകളിൽ നയിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ മരുഭൂമി അനുഭവത്തിൽ ശത്രുവിനെ കണ്ടെത്തി, അല്ലേ, കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ, ശത്രുവിനെ, പ്രതിയോഗിയെ കണ്ടെത്തി അതിനെ നിർവീര്യമാക്കാൻ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അതെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയാൽ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ എന്നെയും നിന്നെയും സഹായിക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ അതിനെ നമ്മളെ ഒരുക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവ് നൽകുന്ന കൃപ അത് അഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള കൃപയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും പല പൈശാചിക പീഡകളും നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പം മകൻ ഉഴപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കാൻ അതിന് കാരണമുണ്ടെന്നു. അപ്പം ആ മകൻ്റെ ഉള്ളിലുള്ള അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ ജീവിതത്തിൻ്റെ ദുരാത്മാവ്, അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. മകനോട് വഴക്കുണ്ടാക്കി നടക്കരുത്.
വഴക്കുണ്ടാക്കും തോറും അവൻ കയ്യും നഷ്ടപ്പെട്ടു പോകും. പല കുടുംബങ്ങളിൽ അതല്ല സംഭവിക്കുന്നത്. മകൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ മാതാപിതാക്കൾക്ക് ദുഃഖം, മകളുടെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ദുഃഖം, ഉടനെ അവരോട് വഴക്കുണ്ടാക്കുക. വഴക്കുണ്ടാക്കുന്നത് വഴി സ്നേഹം നഷ്ടപ്പെടും, ആ വ്യക്തി കയ്യിൽ നഷ്ടപ്പെടും. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ ഈശോ എന്നെയും നിന്നെയും ക്ഷണിക്കുകയാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, സ്തുതിക്കുന്നു. ആരാധന, ആരാധന പാടുന്നു. ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന, 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 മാലാഖമാരോട് ചേർന്ന്, ആരാധന, വിശുദ്ധരോട് ചേർന്ന്. ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയിലേക്ക് നോക്കി കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അൾത്താരയിൽ ഈശോ കടന്നു വന്നിരിക്കുന്നത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിശക്തമായ കൃപ നൽകുന്നതിന് വേണ്ടിയാണ്. ഇതാ ഈ ആരാധന സമയം ഈശോ നിന്നെ ബലപ്പെടുത്തുകയാണ്. മരുഭൂമിയിൽ പിശാചിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തിയവൻ ഇതാ ഈ ശുശ്രൂഷ സമയം എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ശത്രുവിനെ തിരിച്ചറിഞ്ഞ്, പ്രതിയോഗിയെ തിരിച്ചറിഞ്ഞ് നീ യുദ്ധത്തിനിറങ്ങണം. ഒരു നിമിഷം കണ്ണടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിച്ച്, നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നീ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നിന്റെ പ്രിയപ്പെട്ടവരോടാണോ നീ യുദ്ധം ചെയ്യുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എഫേസുസ് ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കുമെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അപ്രകാരം ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. ആ വ്യക്തികളുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ വേണം ഈ യുദ്ധം ചെയ്യാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, ഭാര്യമാര് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഭർത്താവിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാരൂപിക്കെതിരായിട്ട് വേണം നീ യുദ്ധം ചെയ്യാൻ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യയ്ക്കെതിരെ നീ യുദ്ധം ചെയ്യരുത്, മറിച്ച് ഭാര്യയുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ടല്ലോ. ശ്രദ്ധിക്കണമേ, അവരെ ഉപേക്ഷിക്കാനല്ല, അവരെ വെറുക്കാനല്ല, മറിച്ച് അവരുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം. നിന്റെ ശത്രുവിനെ കണ്ടെത്തി യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴാണ് നീ യുദ്ധത്തിൽ വിജയിക്കുന്നത്. നിന്റെ കയ്യിൽ ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുദ്ധം ചെയ്യാൻ ശത്രുവിനെ തിരിച്ചറിയണം, ശത്രുവിൻ്റെ ആക്രമണ രീതികളെ തിരിച്ചറിയണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ എല്ലാ തിന്മകളുടെ സാന്നിധ്യങ്ങളെയും സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈശോ ആശീർവദിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നവര് ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി, കർത്താവെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ബന്ധങ്ങളുടെ മേലും കർത്താവെ അത്ഭുതകരമായ ഒരു ശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് തിന്മയെ കണ്ടെത്തി, പ്രതിയോഗിയെ കണ്ടെത്തി, ശത്രുവിനെ കണ്ടെത്തി, കാരണം കണ്ടെത്തി യുദ്ധം ചെയ്യാനുള്ള കൃപ, അത് ആത്മീയ കൃപയാണ്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ വിശ്വസിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ.
ആരാധന 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 യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, യേശുവിൻ വചനത്താൽ നിറഞ്ഞിടട്ടെ, യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, യേശുവിൻ വചനത്താൽ നിറയട്ടെ.